പല സംശയങ്ങളും ദുരൂഹതകളും അട്ടിമറികളും ഒക്കെ സംഭവിച്ചതാണ് പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസ്. തുടക്കത്തിൽ പോലീസിന്റെ അന്വേഷണത്തിലെ വീഴ്ചയും വഴിവിട്ട ഇടപെടലുമൊക്കെയാണ് പ്രതിക്ക് നാടുവിടാൻ സഹായമൊരുക്കിയത്. പിന്നാലെ പരാതിക്കാരിയുടെ മൊഴിമാറ്റവും ഉണ്ടായതോടെ പോലീസിന് തന്നെ കുരുക്കായി. എന്നാൽ യുവതി പരാതിയിൽ നിന്നും പിന്നോട്ടു പോയെങ്കിലും പോലീസ് പിന്നോട്ടില്ല. പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ്. കോഴിക്കോട് ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റിന് മുന്നിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. യുവതിയുടെ ഭർത്താവ് രാഹുൽ അടക്കം 5 പേരാണ് കേസിലെ പ്രതികൾ. ഭർത്താവ് രാഹുലിനെതിരെ നൽകിയ പരാതിയിൽ നിന്ന് യുവതി പിന്മാറിയെങ്കിലും നടപടികളുമായി മുന്നോട്ടു പോവുകയാണ് അന്വേഷണ സംഘം. കേസ് രജിസ്റ്റർ ചെയ്ത് 60ാം ദിവസമാണ് ഫറോക്ക് ACP സാജു കെ എബ്രഹാമിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിക്കുന്നത്. രാഹുലിന്റെ മാതാവ്, സഹോദരി എന്നിവരാണ് ആദ്യ 3 പ്രതികൾ. രാഹുലിന്റെ സുഹൃത്ത് രാജേഷ് 4ാം പ്രതിയും സിവിൽ പോലീസ് ഓഫീസർ ശരത് ലാൽ 5ാം പ്രതിയുമാണ്. പ്രതികൾക്കെതിരെ 5 വകുപ്പുകൾ ചുമത്തി. പ്രതിഭാഗം നൽകിയ ഹർജി അടുത്ത മാസം 8-നാണ് ഹൈക്കോടതി പരിഗണിക്കാനിരിക്കുന്നത്. കേസ് ഒത്തുതീർപ്പായെന്നും FIR റദ്ദാക്കണമെന്നുമാണ് ഹർജിയിലെ ആവശ്യം. ഹർജിയിൽ സർക്കാരിനും പന്തീരാങ്കാവ് SHOയ്ക്കും പരാതിക്കാരിക്കും കോടതി നോട്ടീസ് അയച്ചിരുന്നു. അതിനിടയിലാണ് അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചത്. കേസിലെ 1ാം പ്രതി രാഹുൽ ഇപ്പോഴും വിദേശത്താണ്. മറ്റുള്ളവരെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടിരുന്നു. പ്രതിക്ക് അനുകൂലമായി മൊഴിമാറ്റിയ യുവതി വീട്ടുകാരോടൊപ്പം പോകാൻ താൽപര്യമില്ലെന്ന് കോടതിയിൽ അറിയിച്ചിരുന്നു. തുടർന്ന് ഡൽഹിയിലാണ് യുവതി ഇപ്പോൾ കഴിയുന്നത്. ന്യൂസ് 18 കോഴിക്കോട്.